ഫാക്ലാൻഡ് സൈലൻസിൽ അടിച്ച് അർജന്റീനയുടെ ആവട്ടെ, പക്ഷെ എന്നാലും ഈ വേൾഡ് കപ്പിൽ ആ ഫ്ലാഗ് പിടിച്ചിട്ടുണ്ട് നിൽക്കേണ്ടതിന് എന്തെങ്കിലും ആവശ്യമുണ്ട്? ആ ഐലൻഡിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ബ്രിട്ടീഷായിട്ട് ജീവിക്കുന്നതിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ അവരുടെ അർജന്റീനിയൻസ് അവർ ഐലൻഡാണെന്നത് ബാധിക്കുന്നതിൽ എന്താ അവിടെ ഒരു ഇതുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേൾഡ് കപ്പിൽ അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് സംഭവമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ ഷക്കീറയുടെ പെർഫോമൻസ്. നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു 11 മിനിറ്റിനടുത്ത് ഷക്കീറ, പിന്നെ എനിക്കൊന്ന് ജസ്റ്റിൻ ബീബർ, കെ പോപ്പ്, അവരെല്ലാവരും വന്ന് അവരുടെ ഒരു പെർഫോമൻസ്, ഒരു 11 മിനിറ്റിൻ്റെ പെർഫോമൻസ് ഈ ഹാഫ് ടൈം ബ്രേക്കിൻ്റെ സമയത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ബിസിനസ് പെർസ്പെക്റ്റീവ് അത് എങ്ങനെയാണ് ഫിഫനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ അതിൽ എന്താണ് നമ്മുടെ തോട്ട്സ്, അതാണ് ഇതിൽ വരാൻ പോകുന്നത്. ഇത് വൈശാഖൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താ എനിക്ക് തോന്നുന്നത്? ഇല്ല, നമ്മൾ ഓൾറെഡി ഹൈഡ്രേഷൻ ബ്രേക്കിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ഫിഫ ഓൾറെഡി ഈ ഒരു വേൾഡ് കപ്പ് തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഷോക്ക് ഇംപ്രഷനായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ്ലി ഒരു സൂപ്പർ ബൗൾ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൂപ്പർ ബൗളിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഇതുപോലെ അരമണിക്കൂറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവിടെ ഇരിക്കുന്ന പ്ലേയേഴ്സിൻ്റെയും ആ കളി കാണാൻ വരുന്നവരുടെ ഇത്. ഇപ്പോൾ ലെറ്റ്സ് സ്പെയിൻ 2 ഗോൾ അടിച്ച് നിൽക്കുക, അർജന്റീന ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ ആ ഫാൻസ് അവർക്ക് എന്ത് കണ്ടിട്ട് ഈ 30 മിനിറ്റിൻ്റെ ഷക്കീറ ഡാൻസ് എൻജോയ് ചെയ്യാൻ പറ്റും? കാരണം അതൊരു പിന്നെ അതുപോലെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് എനിക്ക്. അവരാ ഡ്രസ്സിങ് റൂമിൽ പോയിരുന്നിട്ട് അവരോട് പറയാം, നിങ്ങളിപ്പോൾ കളിക്കാറിങ്ങരുത്, ഇവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫൈനലിൻ്റെ കണ്ടിന്യൂഷൻ നടത്താം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇങ്ങനെ ഈ ബിസിനസ് മാത്രം നോക്കി ആ ഒരു. പക്ഷേ അതിലിപ്പോൾ ജനറലി 15 മിനിറ്റ് അല്ല ബ്രേക്ക് വരുന്നത്, 15 മിനിറ്റുള്ള ഹാഫ് ടൈം. ഇതിലാണെങ്കിൽ അവർ പറയുന്നത് 11 മിനിറ്റ് പെർഫോമൻസ്, 6 മിനിറ്റ് സ്റ്റേജ് ഇടാനും അഴിക്കാനുമായിട്ട്. അരമണിക്കൂർ ഇല്ല, 6 മിനിറ്റ് ഒന്നും ഇല്ല. ബാക്കി 30 മിനിറ്റ്സിൽ 11 കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം മൊത്തം അസംബിൾ ചെയ്യാനും ഡിസംബിൾ ചെയ്യാനും അല്ലേ, ഡിസ്മാൻഡിൽ ചെയ്യാനും അല്ലേ അവർ പറഞ്ഞത്. ഞാൻ ഓൺലൈനിൽ കണ്ടായിരുന്നു 6 മിനിറ്റ് ഉള്ളൂ എന്ന് ഫിഫ പറഞ്ഞു. അങ്ങനെ എന്തോ സംഭവം എനിക്കൊന്ന് മൊത്തം ഡ്യൂറേഷൻ അരമണിക്കൂറാണ്. അതായത് സാധാരണ ഈ 15 മിനിറ്റിൻ്റെ കേസിൽ ഇവരെന്ത് ചെയ്യുക, ഇവർ ഹൈഡ്രേഷൻ നടത്തും, ഇവർ പോയിട്ട് ഇവരുടെ ടാറ്റിക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും, എങ്ങനെ ഇനി നെക്സ്റ്റ് ഹാഫ് കളിക്കാന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്, പിന്നെ പ്ലേയേഴ്സിനെല്ലാം തിരിച്ച് ഫീൽഡിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ്, ആ ഒരു രീതിയിൽ നടത്തുന്നത്. പക്ഷേ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതും കഴിഞ്ഞ് പിന്നെ ഒരു 15 മിനിറ്റോടെ അവർ വെയിറ്റ് ചെയ്തിരിക്കണം അവർക്ക് ഫീൽഡിൽ വന്നിട്ട് കളി റിസ്യൂം ചെയ്യാനും. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ ഈ ഇങ്ങനെ ഇപ്പം ലെറ്റ്സ് ഓക്കെ 0-0 ഒക്കെ പോലെയുള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ. പക്ഷേ എനിക്കറിയത്തില്ല ആ ഒരു മാച്ചിൻ്റെ ഫുൾ ബ്യൂട്ടിയെ നശിപ്പിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കറിയില്ല, എനിക്കങ്ങനെ ഫുട്ബോൾ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതുപോലെ ഒരു കാര്യം. നിങ്ങളുടെ തോട്ട്സ് എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതിലൊക്കെ? എനിക്ക് നമ്മളാണ് ഇതിനെപ്പറ്റി ഓൾറെഡി സംസാരിച്ചിട്ടുള്ളത്. ഇത് കാശ് വരാനുള്ളൊരു സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്. പിന്നെ ഇത് ഇപ്പം നടക്കുന്ന US-ലല്ല, അപ്പോൾ US-ലെ ഓഡിയൻസിനെ കുറച്ചും കൂടെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ. സോ അപ്പം ഇതിന് മുന്നേ വേൾഡ് കപ്പ് ഇത് ഫാക്ട്സ് ആണ്. സോ ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളെല്ലാം അവർക്ക് ഈ വേൾഡ് കപ്പ് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ എക്കോണമിയിൽ ഒരു ഇടിവ് ഉണ്ടാവാറുണ്ട്. അവരുടെ ഇടിവോ? ചെറിയൊരു രീതിയിൽ, അതായത് ഇടിവോ നടത്തുന്ന രാജ്യങ്ങൾക്ക്. സോ പക്ഷെ അപ്പം ഈ വർഷം 3 രാജ്യങ്ങൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അധിക രാജ്യങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഫ്രണ്ടിലേക്ക്. ഇത് ഞാൻ ഒരിടത്ത് വായിച്ച. സോ അപ്പം വന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മെക്സിക്കോ, US, കാനഡ ഇവർ പറഞ്ഞു ഇവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരാകെ ഒരു ഒറ്റ ഡീല് മാത്രമേ വെച്ചുള്ളൂ, നമ്മുടെ എക്കോണമി ഓക്കെ ആയിരിക്കണം, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് സ്മൂത്തായിട്ട് ചെയ്തോളാണ്. അപ്പോൾ ഫിഫ പറഞ്ഞൊരു ഒറ്റ വാക്കാണ് അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. സോ അപ്പം ട്വിറ്ററിൽ എന്തോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു റെഫറിയാ ഒരു ഒഫീഷ്യൽ ഇതുപോലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു 4 ബ്രേക്ക് വരുന്നൊരു ഇവൻ്റ് ആകും എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ സക്സസ് ആയി. സോ അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വെച്ചൊരു നിബന്ധനയുടെ ഇത് കാരണം ഫിഫ അങ്ങനെ ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ഏത് രീതിയിൽ ലോസ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു പ്രോമിസിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് ഈവൻ ഹൈഡ്രേഷൻ ബ്രേക്ക് വന്നതും അന്നേരം ആഡ് കാണിക്കുന്നതും ഈ ഇടയ്ക്കിടയ്ക്ക് ആഡ് വരുന്നതും പിന്നെ ഈ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് കയറ്റി വെച്ചതും. സോ അപ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അതും എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ കേട്ടപ്പോൾ എനിക്ക് സെൻസ് തോന്നി, ശരിയാണ് ഇവർ മാക്സിമം ഇപ്പോൾ നമ്മൾ കണ്ടാലും പൈസ എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഫുള്ള് പോകുന്നത് ഈ ഒരു ഇവൻ്റ്. അപ്പോൾ അത് ട്രൂ ആവാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കി നിങ്ങളുടെ തോട്ട്സ് പറയാം. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ വേൾഡ് കപ്പിൻ്റെ വെന്യൂ ഒക്കെ എനിക്കൊരു 10-15 കൊല്ലം മുമ്പേ തന്നെ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് അടുത്ത 2 വേൾഡ് കപ്പിൻ്റെ ഫുള്ള് ഇപ്പോഴേ റെഡിയാണ്. അടുത്ത് പോർച്ചുഗലിലും സ്പെയിനിലും നടക്കാൻ പോകുന്ന അടുത്ത വേൾഡ് കപ്പ്, അത് കഴിഞ്ഞിട്ട് സൗദി. അപ്പോൾ ഓൾറെഡി എല്ലാം ഫിക്സ്ഡാണ്. സമയത്ത് വരുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആകെ വെക്കുന്ന ഒരു ഡീൽ ഇതാണ്,
ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓക്കെ, പക്ഷെ നമുക്ക് പക്ഷേ ഇത് അവർ ഫിഫ ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലല്ലോ, ഫിഫ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നതല്ലല്ലോ, നിങ്ങൾ നടത്താമെന്ന് ചോദിക്കുന്നതല്ല. ഓരോ കൺട്രികൾ ബിഡ് ചെയ്തിട്ട് എനിക്കറിയില്ല, കൺട്രികൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത്, കൺട്രികൾ അങ്ങോട്ട് ബിഡ് ചെയ്താണ് ഫിഫ നടത്താനുള്ള ഇത് എടുക്കുന്നത്, അല്ലാതെ ഫിഫ അങ്ങോട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിന് പത്ത് ശരിയാണെന്ന് എനിക്ക് അറിയാൻ മനസ്സിലാവുന്നില്ല. ഓക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വേൾഡ്സ് ബ്യൂട്ടിഫുൾ ഗെയിം, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് അറിയപ്പെട്ടിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. 90 മിനിറ്റ്, 2 45 മിനിറ്റ് ഹാഫ്, ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് ബ്രേക്ക്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കോട്ട് ഇപ്പോൾ അനാവശ്യമായിട്ട് ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല, ആരും ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാം, ഇടയ്ക്ക് കുറച്ച് ആഡും കുറച്ച് പാട്ടും കൂടെ കയറ്റി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അടിപൊളിയാക്കാം എന്ന് ഫുട്ബോൾ ഫാൻസ് ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ നടത്താൻ കാരണം ഇത് നടക്കുന്ന US-ലാണ്. US-ൽ അവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അറ്റൻഷൻ സ്പാൻ അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് അവരെ കുറേ കൂടെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത്. പിന്നെ ഒബ്വിയസ്ലി കാശുണ്ടാക്കാൻ നല്ലപോലെ കാശുണ്ടാക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഫിഫ. അതിനൊക്കെ കൂടിയാണ് ഇങ്ങനെ സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ടാർഗറ്റഡ് 11 മില്യൺ സംതിങ് എന്തോ ആയിരുന്നു തോന്നുന്നു ആഡ് റവന്യൂസ് മാത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനൊക്കെ മുകളിൽ ഓൾറെഡി പോയി. എന്തായാലും അതിനൊക്കെ മുകളിൽ പോയിട്ടുണ്ടാവണം. ഈ സെമി വരെ എത്തേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. അതിനൊക്കെ മുന്നേ അതിന് മുകളിൽ പോയായിരുന്നു. ഇത് ഭയങ്കര അന്യായ ലെവൽ കറപ്ഷൻ. പ്ലെയേഴ്സിന്റെ മസിലൊക്കെ ടൈറ്റ് ആവത്തില്ലേ കയറി ഇത്രയും അരമണിക്കൂറൊക്കെ ഇരുന്ന് 15 മിനിറ്റ് പകരം എക്സ്ട്രാ 15 അവർ വലിയ റിലാക്സ്ഡ് ആയി മസിലൊക്കെ ടൈറ്റ് പിന്നെ കളിക്കാം. ഇറങ്ങുന്നതിന് പിന്നെ ചിലപ്പോൾ വാമപ്പ് ഒക്കെ ഉണ്ടാകും. എന്തായാലും ഇവർക്ക് ചുമ്മാ ഇരുന്ന് അവിടെ പാട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. വാമപ്പ് ചെയ്യുമായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും മിക്കവാറും അരമണിക്കൂർ. പക്ഷെ എന്നാലും എനിക്ക് കേട്ടിടത്തോളം അത് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ അതാ പറഞ്ഞേ, ഒട്ടുമല്ല. അമേരിക്കയിലാണ്, അപ്പോൾ സർപ്രൈസ് ഇല്ലാന്ന് എനിക്ക് പറയാം. നമ്മൾ മാത്രമല്ല, എല്ലാവരും തന്നെ പറയുന്നത്, എല്ലാ പഴയ റിട്ടയർഡ് പ്ലെയേഴ്സും റിട്ടയർഡ് ഒഫീഷ്യൽസും എല്ലാവരും തന്നെ പറയുന്നത് ഭയങ്കര ഷോക്കായി. ഇപ്പോൾ ഫിഫ എല്ലാത്തൊരു ടെറിട്ടറിയിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റമില്ല. എനിക്ക് ഇപ്പോൾ UEFA വരെ പറഞ്ഞു, ഫിഫയുടെ അണ്ടറിലുള്ള UEFA വരെ പറഞ്ഞു ഇത് ഫിഫ വല്ലാത്തൊരു ടെറിട്ടറിയിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് ഈ ഗെയിം. മറ്റേ നമ്മുടെ ഫൈനലിനെ കുറിച്ച് ലപ്പോർട്ട പറഞ്ഞു, മറ്റേ ബാഴ്സലോണ. അത് ആലോചിച്ചോക്കണം. ആദ്യമായിട്ട് ഒരു കളിയുടെ ഒരു ഫുട്ബോൾ ഫൈനല് റെഫറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെഫറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് ആര് ജയിക്കുന്നുള്ളത്. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഏത് ടീം നന്നായിട്ട് കളിക്കുന്നു അവരെ ജയിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇനി തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറി എങ്ങനെ ഒഫീഷ്യേറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ആര് ജയിക്കുന്നുള്ളത് ലപ്പോർട്ട പറഞ്ഞു. ലപ്പോർട്ട മാത്രമല്ല, കുറേ പേര് പറഞ്ഞു, പഴയ റെഫറികളൊക്കെ പറഞ്ഞു ഫിഫ ലെവലുള്ള റെഫറിങ് അല്ല ഇപ്പോൾ നടക്കുന്നത്, ഭയങ്കര കറപ്ഷനാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇനി നമ്മൾ കരയുമെന്ന് പറഞ്ഞ് കുറേ എണ്ണം വരും. കരച്ചിലല്ല, ഫാക്ട്സാണ്. ബാക്കി നിങ്ങൾക്ക് എന്തോ ഞാനിതിൽ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേന് എനിക്ക് റീസെൻ്റ്ലി ഫിഫ കൺഫേം ചെയ്യുന്നതാണ് പറയുന്നത്. ഡീബങ്കിങ് 30 മിനിറ്റ്സ് എന്നുള്ളത് ഫിഫ 17 മിനിറ്റേ ഉണ്ടാവത്തുള്ളൂ എന്ന് സംഭവം അവർ ന്യൂസ് പേപ്പറിനോട് ഫിഫ പറയുന്നത് വെച്ചാൽ 2 മിനിറ്റ് ഞങ്ങൾ എക്സ്ട്രാ എടുക്കത്തുള്ളൂ എന്ന്. ഓക്കെ. അത് പെർഫോമൻസിന് അല്ല, പെർഫോമൻസിന് 11 മിനിറ്റ്, സ്റ്റേജ് അസംബ്ലിയും ഡിസംബ്ലിയും ചെയ്യുന്നതിന് 6 മിനിറ്റ്, മൊത്തം 30 മിനിറ്റ് എടുക്കും. 30 മിനിറ്റ് എടുക്കുന്നു. റൂമേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞേക്കുന്ന ന്യൂസ് ഞാൻ നോക്കുമായിരുന്നു, ഏത് ന്യൂസിനോടാണ് പറഞ്ഞെന്നുള്ളത്. ബേസിക്കലി ഫിഫ ഒഫീഷ്യലി കൺഫേം ദി 70 മിനിറ്റ്സ് ഹാഫ് ടൈം ലൈൻ ടുഡേ, ഫ്രൈഡേസ് July 17, 2026. The formal announcement was sent directly from soccer governing body to the 2 finalist federations. നമ്മുടെ 2 ടീമിൻ്റെയും അവർ ഒഫീഷ്യലി അറിയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് വിൽ ഒഫീഷ്യലി ഡിബങ്ക് ദി 30 മിനിറ്റ്സ്. പക്ഷേ ഇത് ഇവർ പറയുന്നതാണ്, ഇത് ഫൈനലിൽ നമുക്ക് കണ്ടറിയാം സംഭവം ഒഫീഷ്യലി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംഭവം കണ്ടറിയാം. അതാണ് വേറെ സംഭവം. പിന്നെ നമ്മുടെ അതിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ഈ സംഭവം ആഡ് ചെയ്യുവാണെങ്കിൽ, ഒന്ന് നമ്മുടെ അർജന്റീനയുടെ നമ്മുടെ ഫ്ലാഗിൻ്റെ സംഭവം. സോ അതിൽ നിങ്ങളുടെ തോട്ട്സും സംഭവങ്ങളും എന്താണ്? ഈ പൊളിറ്റിക്സും സംഭവങ്ങളും കൊണ്ടുവരുന്നത് എത്ര കറക്റ്റാണ്, എത്ര അതിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്? ഇത് കൊണ്ടുവരുമ്പോഴത്തേനും നാളെ ചിലപ്പോൾ അർജന്റീനിയൻ ഫാൻസ് മേ ബി അത് ഇംഗ്ലണ്ടിന്റെ ഫാൻസ് ഒരു ഫ്ലാഗ് കത്തിക്കില്ല എന്ന് എങ്ങനെ കണ്ടു? ഫ്ലാഗ് കത്തിച്ചു, ഓൾറെഡി കത്തിച്ചു. ഫ്ലാഗ് എനിക്ക് കളി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റേഡിയത്തിന്റെ പുറത്തിട്ട് തുപ്പി കത്തിച്ചു. അതായിരുന്നു ആദ്യത്തെ ഇവന്റ്. അത് കഴിഞ്ഞ് ഇവര് തറയിലോട്ട് വിരിച്ചിട്ടിട്ട് എല്ലാവരോടും അതിന്റെ മണ്ടയ്ക്ക് കയറി ചാടി. സോ ഇതും പ്ലെയേഴ്സ് തന്നെ, അതും ബിഗ്ഗസ്റ്റ് പ്ലെയേഴ്സ് തന്നെ ആ ഒരു സംഭവം ഫ്ലാഗ് ഒക്കെ കാണിക്കുമ്പോഴത്തേനും അതിൽ നിങ്ങളുടെ തോട്ട്സ് എന്താ വരുന്നത്? സോ ഇത് ഓൾറെഡി അർജന്റീനയ്ക്ക് ഇതിന് മുന്നേ ഫൈൻ കിട്ടിയത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് 2014 അവർ ഇതുപോലെ ഫ്ലാഗ് പൊക്കി പിടിച്ച് കാണിച്ചായിരുന്നു. സോ അപ്പം അന്നേരം ഫിഫ ഫൈൻ കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫിഫയുടെ റൂളിലുണ്ട് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബാനേഴ്സ് കാര്യങ്ങൾ ഒരു ഇവന്റിനെ കുറിച്ച് ഒരിക്കലും ഒരു മാച്ചിൻ്റെ ഇടയ്ക്കോ ഇത് വന്നിട്ട് ഫ്ലാഗോ ബാനറോ പൊക്കി പിടിക്കാൻ പാടില്ല എന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവരത് ചെയ്തു. അതും ഈ ഒരു എനിക്ക് തോന്നുന്നു തർക്കവും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു 70s അതിന് മുന്നേ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇടയ്ക്കൊരു വാറും ഉണ്ടായിരുന്നു. 1982
സോ അപ്പോൾ അതും കഴിഞ്ഞ് സ്റ്റിൽ കോൺട്രവേഴ്സികൾ നടന്നുകൊണ്ടിരിക്കുക. സോ അപ്പോൾ അവരിത് ചെയ്ത് എന്തുമാത്രം ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഇപ്പോൾ അല്ല ചെയ്യും ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഫ്ലാഗ് ഇന്ത്യ 200 വർഷത്തോളം ഇംഗ്ലണ്ട് ഇതുപോലെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ത്യയും ഫ്ലാഗ് ഒക്കെ പിടിച്ച് കാണിക്കേണ്ടതല്ലേ ഇതിൻ്റെ ഇടയ്ക്ക്? അത് ശരിയാ. ഇതിലെ തമാശ വേറൊന്നുമല്ല കേട്ടോ. അവിടെ ആ ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബ്രിട്ടീഷായി ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അവർ ഓക്കെയാണ്. എനിക്കൊന്ന് അവർ അവിടുന്ന് തന്നെ മൂവ് ചെയ്തവർ തന്നെയാണ്. സോ അപ്പോൾ അവർക്ക് ബ്രിട്ടീഷിൻ്റെ ടെറിട്ടറി ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പോൾ ഇവരാണ് പറയുന്നത് അത് പറ്റില്ല, നമ്മുടെ ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, അവരുടെ അവിടെ നിന്ന് 12,000 കിലോമീറ്റർ ദൂരമുണ്ട്, അപ്പോൾ ഇത് ഞങ്ങളുടെയാണ്. എനിക്കിത് കേട്ടിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സാധനം കേട്ടായിട്ട് തോന്നുന്നുണ്ട്? വേറെ ഏതെങ്കിലും രാജ്യം ഇതുപോലെ പറയുന്ന വേറൊരു രാജ്യം ഞാൻ കേട്ടിട്ടുള്ളൂ, നമുക്ക് 3000 വർഷം മുന്നേ പ്രോമിസ് ചെയ്തതാണ്. പക്ഷേ ആ സംഭവം ജ്യൂസിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 0.something ഉള്ളൂ അതിൽ അർജന്റീനയിൽ. പക്ഷെ സ്റ്റിൽ ലാർജസ്റ്റ് ആണ്. പക്ഷെ മോസ്റ്റ്ലി 70-80% ക്രിസ്ത്യൻസ് അവിടെ ഉള്ള അർജന്റീന, കാത്തലിക്സ് അവിടെ കൂടുതലും. പക്ഷേ RC. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്താ പറയുക, ഇന്ത്യ ഒരു ഇംഗ്ലണ്ട് പോലെയല്ല. എനിക്ക് തോന്നുന്നു ഇത് കാശ്മീരിൻ്റെ ആ ഒരു കേസ് പോലെ. ചൈന പറയണേ ചൈനയുടെ കാശ്മീർ, അതേപോലെ ഇങ്ങനെ അർജന്റീനയ്ക്കും പറയാൻ കാരണങ്ങളുണ്ട്. കാരണം അത് സ്പെയിൻ്റെ അണ്ടർ ആയിരുന്നു, സ്പെയിനായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് സ്പെയിനിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇത് നമ്മുടെയാണ്. ഒരു ഇതില്ലാണ്ട് ബ്രിട്ടീഷ് കണ്ട് തിരിച്ചു വന്നു, ഇല്ല ഇത് നമുക്ക് വേണം, നമ്മൾ ഇത് ക്ലെയിം ചെയ്തതാന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കൊന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള ആൾക്കാർ അവർ പറഞ്ഞ അങ്ങനെയാണ് ഒരു കാര്യം, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് ബ്രിട്ടീഷ് ടെറിട്ടറി ആയിട്ട്. പക്ഷെ അതിലിവിടെ ബാധകമില്ല, കാരണം ഫുട്ബോളിൽ അത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അതിപ്പോൾ അവർക്ക് ജീവിക്കണോ വേണ്ടയോ, അത് ആരുടെ ഭാഗത്താണ് ശരി തരുന്നത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഐ മീൻ ഫുട്ബോളിൽ അത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഫുട്ബോളിൽ പൊളിറ്റിക്സ് പാടില്ല എന്നുള്ള റൂൾ ഫുട്ബോളിൽ മാത്രമല്ല ഒരു സ്പോർട്സിലും പറ്റത്തില്ല. ഇപ്പോൾ US NFL ഒക്കെ സമയത്ത് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സപ്പോർട്ട് അവരെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫുട്ബോളിലാണെങ്കിലും യൂറോയിൽ നമ്മുടെ റോഡ്രി, മൊറാട്ടയും സ്പെയിനിൻ്റെ കളിക്കാർ അവരാണെങ്കിൽ ഇന്ന പോലെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചാൻഡ് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കളി അവരെ ബാൻ ചെയ്തു, രണ്ടുപേരെയും ബാൻ ചെയ്തു. അപ്പോൾ റൂൾസ് അനുസരിച്ച് അർജൻറ്റീനയ്ക്കും ഫിഫ റൂൾസ് ബാധകമാണെങ്കിൽ അടുത്ത കളിയിൽ ഇവരാരും കളിക്കേണ്ടതല്ല. പക്ഷേ അടുത്ത കളി കിടക്കുമ്പോൾ നമുക്കറിയാം അർജന്റീനയ്ക്ക് ഫിഫ റൂൾസ് ബാധകമാണോ. അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മിക്കവാറും അന്വേഷിച്ച് കഴിയുമ്പോൾ ഫൈനൽ കഴിയും. എന്നിട്ട് ഇനി അടുത്ത കൊല്ലത്തെ ഏതെങ്കിലും ഒരു കളിയിൽ അവർക്ക് ബാൻ കൊടുക്കുമായിരിക്കും. അതാ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ബാൻ ഇല്ലായിരുന്നല്ലോ. $37,000 ഏത് കഴിഞ്ഞ പ്രാവശ്യം? ഈ കഴിഞ്ഞ തവണ 2014 അർജന്റീന കാണിച്ച ബാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ സ്പെയിനിനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സ്പെയിനിൽ രണ്ട് കളിക്കാർ ഇതുപോലെ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു കളി ബാൻ കൊടുത്താ. 2024 ഓക്കെ 24 ഓക്കെ. അപ്പോൾ അതേപോലെ അത് UEFA കളിയായിരുന്നു, യൂറോ ആയിരുന്നു, അത് ഫിഫയുടെ അണ്ടറിലുള്ള. അപ്പോൾ പിന്നെ ആ സെയിം റൂൾ അർജന്റീനയ്ക്ക് ബാധകമാണെങ്കിൽ അടുത്ത കളി ഇവരാരും കളിക്കേണ്ടതല്ല. പക്ഷേ ഞാൻ പറയുന്നു അതൊരു ബാധകമല്ല. ഓക്കെ അല്ല, അർജന്റീനയ്ക്ക് അന്ന് ഫൈൻ ആയിരുന്നു അന്ന് പണ്ട്. ഇവർക്ക് ബാനോ? ഈ പ്ലേയേഴ്സിന് എനിക്കൊന്ന് ബാൻ കിട്ടിയെന്ന് തോന്നുന്നു. ബാൻ കിട്ടി. പക്ഷെ അതാ പറഞ്ഞത്, അന്നേരം ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇപ്പോൾ ഫിഫ പറയുന്നത് ഇതിന്റെ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു കമ്മിറ്റി അവർ വെച്ചിട്ടുണ്ട്, ആ കമ്മിറ്റി പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ ഫൈനലാവാൻ സൺഡേ വരെ സമയമുള്ളൂ. അന്നേരത്തേക്കൊന്നും ഇതിനകത്ത് ഇപ്പൊ അന്വേഷിക്കാനൊന്നുമില്ല, ക്ലിയർ അല്ലേ? 1000 ക്യാമറ ഉണ്ടല്ലോ. ഇത് ഒബ്വിയസ് അല്ലേ എല്ലാ സംഭവം? എന്തെങ്കിലുമൊക്കെ ഉടായ്പ കൊണ്ട് വരും, എന്നിട്ട് എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഇത് ആരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആര് ക്വസ്റ്റ്യൻ ചെയ്താൽ അവർ ആക്ഷൻ എടുക്കും. എനിക്കൊന്ന് ഓൾറെഡി 72 കൺട്രീസോ കാര്യമോ ഓൾറെഡി ഇപ്പോൾ ഫിഫയ്ക്കെതിരെ പറഞ്ഞു തുടങ്ങി. അതായത് ഇവൻ ബ്രിട്ടൻ ആണല്ലോ അവർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. UK ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ UK ഇതിനെതിരെ കൊടുത്തത്? പക്ഷേ ഫിഫ കറപ്ഷൻ അതിനെതിരെ ഉണ്ട്. 72 കൺട്രികൾ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് അർജന്റീനയായിട്ട് കളിച്ച എല്ലാ ടീംസും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അർജന്റീന എന്തായാലും ഈ സ്ഥലം വേണമെന്ന് പറയും. കാരണം അവർക്ക് അവരുടെ മിലിറ്ററി വെച്ച് നോക്കുമ്പോഴും അത് നമുക്ക് ഷിപ്പിങ്ങിന്റെ റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ഈ സ്ഥലം ഉള്ളത്. പക്ഷെ അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ അവർക്ക് ബ്രിട്ടീഷ് കോളനി ആ ഒരു ഇതിൽ അവരുടെ അണ്ടറിൽ ജീവിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ശരിയാണ് ഇവർ ഇത് നമ്മുടെ ആണെന്ന് സ്ഥാപിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് ഫൈനൽ നാളെയാണ്. അപ്പോൾ നാളെ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പ്രഡിക്ഷൻസ് വേൾഡ് കപ്പിൻ്റെ? എന്ത് പ്രഡിക്ഷൻ? ഉറപ്പല്ലേ അർജന്റീന കൊണ്ടുപോകും. മെസ്സിക്കാണെങ്കിൽ ബാലൻഡോറിൽ ഇപ്പോൾ ടോപ്പ് നിൽക്കുക. ബാലൻഡോർ കിട്ടാനുള്ള റാങ്കിങ്ങിൽ മെസ്സിയാണ് ഇപ്പോൾ ടോപ്പ്. 5 കളി കളിച്ചിട്ട്. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്. ചെറിയ ഇതുണ്ട്. ഞാനൊരു തിയറി കേട്ടാണ്. അതായത് പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, മറ്റേ മെസ്സിയുടെയും ലമീൻ യമാലിന്റെയും കുഞ്ഞായിരുന്നപ്പോൾ. സോ അപ്പം ഈ ഫൈനലിൽ സ്പെയിൻ നമ്മുടെ അർജന്റീനനെ തോപ്പിക്കും. എന്നിട്ട് മെസ്സിയുടെ ലെഗസി
യമാലിന് കൊടുത്തിട്ട് ആ പുള്ളിക്ക് ഒരു വലിയ ഗാർഡ് ഓഫ് ഓണറും എല്ലാം കൊടുത്ത് അങ്ങനെ പിരിയുന്ന ഒരു ക്ലൈമാക്സ് പ്രഡിക്ഷനിൽ ഒരാൾ എനിക്കൊന്ന് ഏതൊരു ഇതുപോലെ വ്ലോഗ് ചെയ്യുന്ന ഇത് പറഞ്ഞാണ് ഈ സംഭവം 19 എന്ന് പറയുന്ന നമ്പറുമായിട്ട് ഭയങ്കര ഇതുണ്ട്. ഫുള്ള് 19 കണക്റ്റഡാ. ഫൈനൽ നടക്കുന്ന 19-ാം തീയതി. യമാലിന്റെ വയസ്സ് 19, യമാലിന്റെ ജേഴ്സി നമ്പർ 19. ആ ഫോട്ടോ മെസ്സി യമാല് തമ്മിലുള്ള ഫോട്ടോ എടുത്ത് 19 വർഷം മുമ്പ്. അന്ന് മെസ്സിയുടെ ജേഴ്സി നമ്പർ 19. അർജന്റീന ഇതുവരെ അടിച്ചേക്കുന്ന ഗോളിന്റെ നമ്പർ 19. ഈ വേൾഡ് കപ്പിൽ അർജന്റീന 19 ഗോൾ അടിച്ചേക്കുന്നത്. പിന്നെ ഈ നമ്മുടെ മെസ്സിയുടെയും ലമീൻ്റെയും വയസ്സിന്റെ വ്യത്യാസം എന്താ 20 വർഷം 2 ആഴ്ച 6 ദിവസം 2026 അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്. ആൾക്കാർക്ക് പണിയില്ല, അവരിങ്ങനെ ഓരോന്ന് കണ്ടു എന്തോ എല്ലാം ഭയങ്കര ഇതായിട്ടൊക്കെ തോന്നുന്നു. നമ്മള് ചിലവര് ഡിഗ്രി കഴിഞ്ഞാൽ 2013 എന്തോ ഇതിന്റെ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ട്. 2026 വേൾഡ് കപ്പ് അർജന്റീന വേഴ്സസ് സ്പെയിൻ ആയിരിക്കും. അർജന്റീന 3, സ്പെയിൻ 2 അർജന്റീന ജയിക്കും എന്ന് പറഞ്ഞ ഒരു പ്രഡിക്ഷൻ. അതിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ ഈ പ്രഡിക്ഷൻ ചെയ്യുന്നവരെ സംഭവം എന്ന് വെച്ചാൽ കുറേ പോസ്റ്റ് വിടും. അതെ, ആ സമയം ആകുമ്പോഴത്തേനും പോയിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം 2013 എന്തോ ഒരു പ്രഡിക്ഷൻ ആയിരുന്നു. വേറൊരു സാധനം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫ മറ്റേ ഇത് ഡ്രോ ചെയ്യത്തില്ല, ഏതൊക്കെ ടീം ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നതെന്നുള്ളത്. അത് ഡ്രോ ചെയ്തപ്പം അവർ 2025 നവംബറിൽ ഒരു പുതിയ റൂൾ കൊണ്ടുവന്നായിരുന്നു. ടോപ്പ് നിൽക്കുന്ന 2 ടീംസ് തമ്മിൽ ഒരുമിച്ച് ക്ലാഷ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ ഉണ്ട്. അർജന്റീന ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സ്പെയിനെ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ നടുക്കത്തെ ഒരു ഗ്രൂപ്പ് ലീവ് ചെയ്തിട്ട് ഇവർ രണ്ടും ഒരുമിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ വേറൊരു ഗ്രൂപ്പിലോട്ടാക്കി. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇവർ ഫൈനൽ കളിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തമ്മിൽ ഇവരുടെ ക്ലാഷ് മുന്നേ വരാണ്ടിരിക്കാൻ വേണ്ടി ആ നടുക്കത്തെ ആ ഗ്രൂപ്പ് അവർ ലീവ് ചെയ്യുന്നത്. അത് പറഞ്ഞോ, ഇവർ രണ്ടും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് വരാൻ ഒരു ഇതിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ അങ്ങോട്ട് മാറ്റിയിടാം. അർജന്റീന ഈ വേൾഡ് കപ്പിൽ 17 ഗോൾ അടിച്ചെന്നാണ്. 19 ഗോൾ. എനിക്കൊന്ന് സ്പെയിൻ ഒരു ഗോളല്ലേ കൊടുത്തിട്ടുള്ളൂ ഇതുവരെയായിട്ടും. സ്പെയിൻ ഇതൊരു ഒറ്റ ഗോളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി ടഫ് കളിയായിരിക്കും. കഴിഞ്ഞ കളി കണ്ടിട്ട് എന്തായിരുന്നു തോട്ട്സ്? കഴിഞ്ഞ ഇംഗ്ലണ്ട് അർജന്റീന അത് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല കേട്ടോ. അത് നന്നായിട്ട് കളിച്ച് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല കളിയായിരുന്നു. പുള്ളി അവസാനം ചെയ്തത് ഭയങ്കര ലോകം ബ്ലണ്ടറായിരുന്നു. അത് കോച്ചിന്റെ ഒന്ന് ആലോചിച്ച് 50 ആദ്യത്തെ 50 മിനിറ്റ് വരെ ഇവര് 1-0 ലീഡ് നിന്നിട്ട് അവസാനത്തെ ഒരു 40 മിനിറ്റിലേക്ക് ഇവര് എന്ത് ചെയ്തു, ഇവര് അറ്റാക്കേഴ്സിനെ എല്ലാം ഇറക്കി. എന്നിട്ട് ഫുള്ള് കളി ഡിഫെൻഡ് ചെയ്യാൻ നോക്കി. അതെന്ത് സെൻസിബിളാണെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ടീമിന് നിങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. അവർ ഫുള്ള് ഡിഫൻസ്, അവരാണെങ്കിൽ അറ്റാക്കിങ്ങേ ഇല്ല. ബസ് നിർത്തിയിട്ട് അതും നിങ്ങൾ ആലോചിക്കും, മെസ്സിയുടെ കാലിൽ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് ഫുട്ടിൽ ബോൾ അല്ലെങ്കിൽ ഏത് കാലിലായിക്കോട്ടെ പുള്ളി ക്രോസ് ഇട്ടോണ്ടേ ഇരിക്കും. അത് ആർക്കറിയാം. പുള്ളിയാണെങ്കിൽ മിനിറ്റിന് അങ്ങ് ബോക്സിനകത്തൊരു ബോൾ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം കയറുമെന്ന് ഉറപ്പായിരുന്നു. അവരുടെ കാലിൽ തന്നെ ആയിരുന്നു ബോൾ. അതാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് ഏറ്റവും തമാശ 93-ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡിനെ ഇറക്കിയിരിക്കുന്നത്. അത് അപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളിയുടെ അപ്പം എന്തുമാത്രം ഓവർ കോൺഫിഡൻസ്. ഒരു ഗോൾ മതി നമുക്ക് അർജന്റീന. അത് ലോക പുള്ളി എനിക്ക് ഇപ്പോഴും തോന്നുന്നു പുള്ളി ഇംഗ്ലണ്ടിന്റെ മനപ്പുറത്ത് തോപ്പിക്കാൻ വേണ്ടി കോച്ചായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ജർമ്മൻ ചായറിനാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ജർമ്മൻ ചായറിനാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മെയിൻ പ്ലേയേഴ്സിനെയൊക്കെ വേൾഡ് കപ്പിൽ സെലക്ട് ചെയ്തിട്ട് പോലുമില്ല. കുറെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അവരൊന്നും വേൾഡ് കപ്പിൽ സെലക്ട് ചെയ്തിട്ടേ ഇല്ല. റീസ് ജെയിംസ് ഒക്കെ ലെഫ്റ്റ് ബാക്ക് കളിച്ചു, എനിക്കറിയത്തില്ല. ട്രെൻഡ് ഉള്ളപ്പോൾ ഇഞ്ചുറി ഫുൾ ടൈം ഇഞ്ചുറി. മറ്റേ പുള്ളി എന്നിട്ട് 2028 യൂറോ വരെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. പുള്ളി എക്സ്റ്റെൻഡ് ചെയ്തു. ഏറ്റവും അടിപൊളി സാധനം നമ്മുടെ സിനഡീൻ സിഡാൻ ഫ്രാൻസിന്റെ കോച്ചായി. അതൊരു കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. ഈ കോച്ചാണ് അത്. കുറച്ചാൾ വന്ന് മാസ് കാണിച്ചിട്ട് പോയി. പുള്ളി 3 വർഷം വന്നു, ഉള്ള കപ്പെല്ലാം അടിച്ചു പോയി, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ട് പോയി. ആ മാസ് കാണിച്ച പുള്ളി ഇനി അറിയില്ല. ഫ്രാൻസിൽ എംബാപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി റൊണാൾഡോനെയൊക്കെ ഉപയോഗിച്ചാൽ അടിപൊളിയായിരിക്കും. കണ്ടറിയാം എങ്ങനെ ഫൈനലിൽ പോകുന്നുള്ള കാര്യം. 2 ദിവസത്തിൽ വരും. ഇങ്ങനെ കുറേ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൊച്ചു നോക്കുമ്പോഴത്തേനും ഇത് ശരിക്കും പറയാം എനിക്ക് തോന്നുന്നു ഫൈനൽ എന്ന് പറയുന്നത് ഒരു ടാറ്റിക്സ് വേഴ്സസ് സ്ട്രെങ്ത്തിന്റെ കളിയായിരിക്കും. സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ടാറ്റിക്സ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇംഗ്ലണ്ടിന്റെ അർജന്റീന കളിയുടെ ഫസ്റ്റ് ഹാഫ് ഫുൾ ഇടി മേളമായിരുന്നു, ഇടിയും കുത്തും. സോ അപ്പോൾ അവരങ്ങനെയാണ് കളിക്കുന്നത്. അവർ ആ ഒരു ഇമോഷൻ വെച്ച് കളിക്കുന്ന ടീമാണ്. അപ്പോൾ പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവന്മാർ ഞാൻ ജിമ്മിൽ പോയപ്പോഴത്തേനും അവിടെ മറ്റേ സാധനം ഓടുകയാണ്. സെക്കൻഡ് ഹാഫിൽ അവന്മാരുടെ ഒരു എസ്പെഷ്യലി 60 മിനിറ്റ് ആയിട്ട് എനിക്ക് വന്ന് 60-70 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കണക്ഷൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ ബോൾ ഇവിടെ ബോൾ. അർജന്റീന പോവും, ഒരു അറ്റാക്ക് ചെയ്യും, അവർ കിട്ടും 2-3 ടച്ച് അവർ ചെയ്യും, വീണ്ടും ബോൾ വാങ്ങും, വീണ്ടും അറ്റാക്ക് ചെയ്യും, വീണ്ടും ബോൾ വാങ്ങും. ഫ്രണ്ടിലോട്ട് കളിക്കാൻ ആളില്ലോടാ. അയാൾ എല്ലാവരെയും ഇറക്കി ഡിഫൻഡേഴ്സിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ആരാ ഫ്രണ്ടിൽ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഓടാവുള്ളൂ. ഇത്രയും ഒരു 5 മിനിറ്റ് കൂടി പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വർക്കും ചെയ്തേ. 85 മിനിറ്റിൽ അവന്മാർ ഗോൾ അടിച്ചത്. അതെ. അർജന്റീനയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ കഴിഞ്ഞ് വന്നൊരു 3-4 കളി ഈ സെയിം ഇതാ. ആ 75 മിനിറ്റിന്റെ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
പിന്നെ വേറൊരു അറ്റാക്കിങ് ആ കളിയാണ്. സമയത്ത് എന്തോ ഒരു മെസ്സിയോട് പുള്ളി എന്തോ പറഞ്ഞെന്നൊക്കെ ഉള്ള ഒരു കോൺസ്പിറസി നടക്കുന്ന എന്താ സംഭവം? ബെല്ലിംഗ് എന്തോ ചൂടായിരുന്നോ? ബെല്ലിംഗ് എന്തോ അത് ബെല്ലിംഗ് തന്നെ പുറത്തു വന്ന് പറഞ്ഞു. ചൂടായതല്ല, അതിന് മുന്നേ നടന്നൊരു ടാക്കിളിന്റെ കാര്യം പറഞ്ഞ. അപ്പോൾ പുള്ളി പറഞ്ഞു മെസ്സിയുടെ അടുത്ത് മെസ്സിക്ക് എന്താണല്ലോ ആ ഒരു ടാക്കിൾ ചെറുതല്ല, അതൊക്കെ അത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ, അതായത് കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ അതാ പുള്ളി ആ മുഖം വെച്ചിട്ട് ആ ഒരു റിയാക്ഷൻ കാണിക്കുന്നത്. അത് ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അപ്പോൾ എനിക്ക് ബെല്ലിംഗ് തന്നെ വന്ന് പറഞ്ഞു ഇതായിരുന്നു കോൺവെർസേഷൻ, വേറൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് ചെറിയൊരു ടാക്കിൾ അല്ലായിരുന്നു അത്. അതിനിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നുള്ള രീതി, കരയുന്നതെന്നല്ല എന്തിനാ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അതൊക്കെ സൂക്ഷിച്ചതൊക്കെ അതും പറഞ്ഞില്ലേ, അത് ഇപ്പോൾ അവർക്ക് പറയാൻ സംഭവമായി. പിന്നെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരോടൊക്കെ അങ്ങനത്തെ പറയുന്നത് തന്നെ സൂക്ഷിക്കണം. സത്യം പറയുകയാണെങ്കിൽ മെസ്സി ഇൻവോൾവ് ഉള്ള ആൾക്കാർ പുള്ളിനെ പ്രൊവോക്ക് ചെയ്തിട്ട് പക്ഷേ കളിയും സീനായിരുന്നു. ആ ഒരു 70 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി, ഞാൻ ഇവൻ ഡിഫൻസിലേക്ക് പുള്ളി ഇറങ്ങുന്നുണ്ട്, പുള്ളി ഈ വിങ്ങിന്ന് കുറേ കിടന്ന് ഓടുന്നുണ്ട്, എക്സ്പെഷ്യലി അവസാനത്തെ ടുവേർഡ്സ്. ഈ കളി എനിക്ക് തോന്നുന്നത് അവർക്ക് കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോൺട്രവേഴ്സി പറഞ്ഞത് ആകെ മറ്റേ ഗോൾ മെസ്സി ഓഫ്സൈഡ് ആയിരുന്നു. അല്ല അത് പക്ഷെ അത് അറിയത്തില്ല കാരണം നമ്മളെ കാണിച്ചിട്ടില്ല. ഇല്ല, ഇംഗ്ലണ്ടിന്റെ ആദ്യത്തെ ഗോൾ അടിച്ചില്ലേ, അതവര് ഒരു 10,000 ആംഗിളിൽ നിന്ന് 10,000 ഇത് നോക്കി ഉള്ള ലൈൻ എല്ലാം വരച്ചിട്ട് ഓഫ് സൈഡ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് അത് നമ്മൾ കാണിക്കുകയും ചെയ്തു. പക്ഷെ അർജന്റീന ഗോൾ അവർ ഒരു ചെക്കും ചെയ്തിട്ടില്ല, നമ്മളൊന്നും കാണിച്ചിട്ടില്ല, ഓഫ് സൈഡ് ആണോ ഒന്നും കാണിച്ചിട്ടില്ല. കുറെ പേര് ഇങ്ങനെ ഓഫ് അത് പക്ഷേ വരയ്ക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അത് ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് കാണാനും പോകുന്നില്ല ആരും. പിന്നെ പക്ഷേ രണ്ടാമത്തെ ക്രോസ് പോയതും മറ്റേ ആ ബോക്സിനകത്ത് വെച്ച് എനിക്കൊന്ന് ഡിഫൻഡറിന്റെ കാലിൽ എന്തോ ചവിട്ടുവോ, മറ്റേ ആൽവറസ് ഒരുത്തന്റെ തലക്കെട്ടി ഇടിച്ച് താഴുന്നുണ്ടായിരുന്നു, ഓടിക്കൊണ്ട് പുറകോട്ട് ഒറ്റയിടി. അവനാണെങ്കിൽ തലയൊക്കെ വെച്ച് വീണ് ഒന്നും അറിഞ്ഞില്ല. അത് കളി കണ്ടിന്യൂ ചെയ്തു. ആ കളിയിൽ ഒത്തിരി ഇത് ഉണ്ടായിരുന്നുണ്ടോ, ഇടി ഒഴി കുത്ത് മാത്രമേ ഉള്ളായിരുന്നു എന്നത്. പക്ഷെ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതാ പറഞ്ഞേ, കുറെ നമ്മള് എല്ലാവർക്കും ഒരു ഹൈ ഡോപ്പമിൻ കിട്ടുന്ന ഇങ്ങനെയുള്ള ഒരു കളി വന്നു കഴിയുമ്പോൾ, അപ്പോൾ അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ആ കഴിഞ്ഞൊരു 4 കളി ഇങ്ങനെ കളിച്ചേക്കുന്നത്. അവസാനത്തെ ആ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയ ഒരു അട്ടിമറി വിജയങ്ങളല്ല. കംബാക്ക് ഇത്രയും സൂപ്പർ കംബാക്ക് ചെയ്ത ടീം വേറെ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ല, ഇങ്ങനെ 4 കംബാക്ക് അടുപ്പിച്ച് വരുത്തിയേക്കുന്നു. 4 കംബാക്ക് ഈ കഴിഞ്ഞ അവസാനത്തെ കാപ്പവെർഡെ ആയിട്ടുള്ള കളിയിൽ ഇവര് ഡൗൺ ആയിരുന്നു, എന്നിട്ട് ഈജിപ്റ്റ് ആയിട്ടുള്ള കളി നെതർലാൻഡിന്റെ കൂടെ ഇങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ എനിവേസ് അപ്പോൾ ഇത് ഫൈനൽ. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇവൻ എഡിറ്റ് ചെയ്ത ടീമിന് കിട്ടുവാണെങ്കിൽ എടുത്തോ. പക്ഷേ എന്തായാലും ഇത് മിക്കവാറും ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വേൾഡ് കപ്പ് സംഭവം കഴിയും. ഞങ്ങൾ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പോഡ്കാസ്റ്റിനെ കുറിച്ച് എന്താണ് തോട്ട്സ്, ഒപ്പീനിയൻ, സംഭവങ്ങൾ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങളൊരു ക്ലിപ്പ് കണ്ടതാണെങ്കിൽ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങളുടെ എന്താണ് തോട്ട്, ഇതിൽ പറഞ്ഞ നമ്മുടെ കമൻറ്ററി നിങ്ങൾക്ക് എന്താണ് തോട്ട്സ്, ഒപ്പീനിയൻ ഉള്ള അതും കമൻറ്റ്സിൽ പറഞ്ഞറിയിക്കുക. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ ഗൈസ്, ടേക്ക് കെയർ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ആൻഡ് ടേക്ക് കെയർ. ബൈ.